ബിരിയാണി എല്ലാവർക്കും എല്ലായ്പ്പോഴും പ്രിയപ്പെട്ടതാണ്. അതിൽ കുഞ്ഞുങ്ങളുമില്ല, വലിയവരുമില്ല. ബിരിയാണിയുടെ മണവും രുചിയും ആ ഒരു കളറും അത് എല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ നമുക്കൊന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഇന്ന് ചെയ്തെടുക്കാം. എല്ലാവർക്കും മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മുട്ട ബിരിയാണി ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് ഇപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളം, വേവാനുള്ള വെള്ളം നമുക്ക് അളന്നെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നെടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അത് കണക്കിൽ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മസാലകളും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. മസാല ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ബേ ലീഫ്, 2-3 കറുവപ്പട്ടേൻ്റെ ഇല, അതേപോലെ തന്നെ 2 വലിയ കറുവപ്പട്ട ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2-3 ജാതിപത്രി, അത് ഒരെണ്ണായാലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 2 തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കോലാണെന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാമ്പു, അതായത് കരയാമ്പു ചേർത്ത് കൊടുക്കുക. അതൊരു 8 9 10 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അപ്പോഴാണ് ചോറ് വെന്ത് വരുമ്പോൾ ചോറിനകത്ത് ഉപ്പ് നന്നായി പിടിക്കത്തുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ച അരി ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് ആണ് ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെള്ളം ഒരു ചിരി എടുത്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചോറ് നന്നായിട്ട് വെന്ത് വരും. ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ചോറ് വേവുമ്പോൾ ബസ്മതി റൈസും കൈമ റൈസൊക്കെ വേവുമ്പോൾ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടായി വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നിങ്ങൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ്, അല്ല ഓയിലാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു പിടി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇച്ചിരി ബ്രൗൺ നിറാവുമ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ഒരു കളറിൽ എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കശുനണ്ടിയും മുന്തിരിയും നിങ്ങൾക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. സെയിം ഓയിലിൽ ഒരു 3 വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാളയുടെ പച്ച സ്മെല്ലെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു 3 വലിയ വെളുപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ട് തക്കാളിയും സവാളയും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് പച്ചമുളക്, വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിരിക്കും അളന്നെടുക്കുകയാണെങ്കിൽ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ തന്നെ 1 മിനിറ്റോളം ഇതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഈ മസാലപ്പൊടി നന്നായിട്ട് മിക്സായിട്ട് വരണം, അതേപോലെ നന്നായി വാടിയും വരണം. ഇത് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇത് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നെടുക്കുമ്പോൾ മസാല നന്നായിട്ട് ആയി വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ബിരിയാണി മസാലയെല്ലാം ചേർത്താണ്, കാരണം നല്ല സ്മെല്ലാണ് വരുന്നത്. അതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. കട്ട തൈര് ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തതാണ്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. അധികം പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഗ്രേവിയാക്കി ഇത് എടുക്കുക. അങ്ങനെ ഗ്രേവിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട, അത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട്, അതായത് നടു പീസായിട്ട് നുറുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് മസാല നന്നായിട്ട് പിടിച്ചോളും. ഇപ്പോൾ മസാല നല്ല തിക്കാണ്, അപ്പോൾ ഇതൊന്ന് ലൂസാക്കണം. അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മതി, ഒരുപാട് വേണ്ട കേട്ടോ. ഒരുപാട് വെള്ളമാക്കാൻ പാടില്ല, ഇച്ചിരി തിക്ക് വേണം ഗ്രേവിക്ക്. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചോറ് വെന്ത് വെച്ചാണ് ചോറ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ മസാല റെഡിയായി. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ നിങ്ങൾക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് തീ കത്തിച്ച് കൊടുത്താൽ മതി, നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ചോറ് ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച മുന്തിരി കഷ്ണട്ടി ഇല്ല കേട്ടോ, മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള നമുക്കിതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല അതിൻ്റെ മുകളിലോട്ടൊന്ന് തൂവി കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ ഓറഞ്ച് കളർ, അത് ഒരു കളറാണ് കേട്ടോ, യെല്ലോ ഓറഞ്ച് കളർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് 1 ടേബിൾ സ്പൂൺ പാലിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ കലക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടൊന്ന് തൂവി കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇതൊന്നിന് തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിടുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെ തന്നെ സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് വരും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അടിയിലല്ല മസാലകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ മസാലയിൽ ഈ ചോറെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആ ചോറിന് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ദിവസം എൻജോയ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.